ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും അവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതാ രാവിലത്തെ കുറച്ച് കാര്യങ്ങളും റെസിപ്പിയും ക്ലീനിങ്ങും മോട്ടിവേഷനും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു നെയ്പ്പത്തിരി ഇല്ലേ, അതിൻ്റെ റെസിപ്പിയൊക്കെ ഇൻക്ലൂഡാണ് കേട്ടോ. നല്ലൊരു സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയും ഉണ്ട്. അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അങ്ങനെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു നെയ്പ്പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുക്കർ വെച്ചു. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ മുളകിട്ടതാണ് കേട്ടോ, ചിക്കൻ വരട്ട്. ഇനി അതിലേക്കൊരു വലിയ തക്കാളി ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി ഒന്ന് കുത്തിയെടുത്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അതുപോലെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സവാള ഉണ്ടല്ലോ, കട്ട് ചെയ്തിട്ടുള്ള സവാള മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ കേട്ടോ സവാള. അതുവരെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ വയനാട്ടുകാർ നമ്മളെ വിരുന്നുകാരൊക്കെ വരുമ്പോഴും അതുപോലെ തന്നെ പുതിയപ്പിളമാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത്. നമ്മൾ വിരുന്നുകാർ വരികയെന്ന് പറയുമ്പോൾ വേഗം ബേക്കറി അങ്ങനത്തെ ഐറ്റംസ് അല്ല കേട്ടോ ചെയ്യുക, വേഗം കൊടുക്കുക, വേഗം നമ്മളെല്ലാവരും വീട്ടിലും പത്തിരീൻ്റെ പൊടി ഉണ്ടാവും കേട്ടോ, നൈസ് പത്തിരീൻ്റെ. അപ്പോൾ അതുകൊണ്ട് നെയ്പ്പത്തിരി ഉണ്ടാക്കും, അതുപോലെ തന്നെ നൈസ് പത്തിരി ഉണ്ടാക്കും. അതാണ് അതിൽപ്പെട്ട ഒരു മെയിൻ ഐറ്റം തന്നെയാണ് കേട്ടോ. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു നെയ്പ്പത്തിരി കേട്ടത്, വളരെ കോമൺ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അതാണ്. ഈ ഒരു മുളകിട്ടതും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് രണ്ടുമാണ് നല്ല കോംബോ. ഇനിയിപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം തക്കാളിയും കൂടെ ചേർത്തിട്ട് തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ കേട്ടോ. ഉള്ളി ഭയങ്കരമായിട്ട് ഇങ്ങനെ സോഫ്റ്റായിട്ടൊന്നും പോകണ്ട, എന്നാൽ അത്യാവശ്യം വാടി കിട്ടണം, അത്രയും മതി കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഇപ്പുറത്ത് ഞാൻ നമ്മൾ നെയ്പ്പത്തിരിക്കുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. ഇനി വെള്ളമൊക്കെ ഒന്ന് തിളച്ച് റെഡിയായിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് വേഗം നെയ്പ്പത്തിരി ഉണ്ടാക്കിയിട്ടെടുക്കുക. കറിയാക്കി വെച്ചാൽ പിന്നെ ഭയങ്കര ഈസി ആയിട്ട് നെയ്പ്പത്തിരി നല്ല ചൂടോടെ കഴിക്കാൻ കേട്ടോ, അതാണ് എപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുക. അങ്ങനെ കാര്യമായിട്ട് കുറേ മസാല ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ഒരു 4 ടീസ്പൂണെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 കിലോനൊന്നും ഇല്ല കേട്ടോ ചിക്കന്, 1/2 കിലോയിൽ കുറച്ച് കുറവ് അത്രയും ഉണ്ടാവും. അതിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പറയുന്നത്. 1/2 കിലോ ഉണ്ടെങ്കിലും നിങ്ങൾ ഇത്രയും മസാല ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കുക. കാശ്മീരി ആയാലും മറ്റേതായാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഗരം മസാല കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും ഓപ്ഷനിലാണ്, വേണം ഇനി അതില്ലെങ്കിൽ നിങ്ങളൊരു കഷ്ണം പട്ട ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ആ ഒരു പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക, അത്രയും മതി. ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചിക്കനാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കിലോനായിട്ട് കണക്ക് കൂട്ടാം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, ഭയങ്കര ഈസിയാണ്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ദോശേൻ്റെ കൂടെയും എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നൈസ്പത്തിൻ്റെ കൂടെ പുളിയാണ് കേട്ടോ ഈ ഒരു ചിക്കൻ മുളകിട്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒട്ടും ഒഴിക്കാതെ ഇങ്ങനെ വരട്ടാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കർ നമ്മളെപ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ വിസിലിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ കുക്കറിൻ്റെ അടപ്പൊന്ന് നനച്ച് കൊടുക്കുക, അപ്പോൾ ആ വാശർ നല്ല സെറ്റായിട്ടിരുന്നോളൂ കേട്ടോ. ഇനി അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ, അപ്പോഴത്തേക്കും നമ്മൾ കറി റെഡി ആയി കിട്ടും. നിങ്ങൾക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, ഒഴിക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. പക്ഷേ ഇതിലേക്ക് കുറച്ച് കറി വേണം. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി ആവശ്യമുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ നെയ്പ്പത്തിരിക്കിൽ ഒരു അരപ്പ് വേണം കേട്ടോ, തേങ്ങയും ഉള്ളിയൊക്കെ കൂടെ കൂട്ടിയിട്ട്. അപ്പോൾ എനിക്ക് ചെറിയ ഉള്ളി ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് തേങ്ങ, അത്രയും മതി, ഒരുപാട് വേണ്ട. ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ജീരകം എടുക്കാം കേട്ടോ, നമുക്കിവിടെ വലിയ ജീരകമാണ് എടുക്കുക. അപ്പോൾ വലിയ ജീരകം, അതുപോലെ തന്നെ ഒരു ചെറിയ ഉള്ളി ഒരു 2-3 എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ
ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പീസ് വലിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തന്നെ മതിയോ കേട്ടോ വെള്ളം. അപ്പോൾ നിങ്ങൾക്കൊരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ പൊടിയൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ തന്നെ ഇനിയിപ്പോൾ ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ ക്രഷ് ചെയ്ത സംഭവം കണ്ടല്ലോ, തേങ്ങ, അതിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചേർത്ത് കൊടുത്തിട്ടും വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ വെച്ച്, ഞാനൊരു കറക്റ്റ് ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം എന്ന് പറയാത്തത് ഇതാണ് കേട്ടോ. അതൊരു ഓരോ പൊടിക്കും വ്യത്യസ്ത അളവായിരിക്കും വെള്ളത്തിന്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ഇനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഒരു കപ്പ് 1/4 കിലോ പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള ഒരു കപ്പ് പൊടി, അതായത് ഒരു ഗ്ലാസ് എന്നൊക്കെ പറയാം. അതിൽ ഇനി മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ പൊടി നമ്മൾ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ പൊടി മൊത്തത്തിലൊന്ന് നനഞ്ഞ് കിട്ടണം, അത്രയും മതി കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി എടുക്കുമ്പോഴത്തേക്കും അത് നനഞ്ഞ് കിട്ടിക്കോളും. മൊത്തം പൊടി ആ പൗഡർ പോലെ കിടക്കരുത്, ചെറിയൊരു നനവ് മൊത്തത്തിലൊന്നിങ്ങനെ ആ നനഞ്ഞ ആ ഒരു ഫീല്, അത്രയേ ഉള്ളൂ. ഒരുപാട് അങ്ങ് കുഴഞ്ഞും പോകണ്ട കേട്ടോ. നമ്മൾ പത്തിരിക്ക് എടുക്കുന്ന പോലെ കുറച്ച് നന്നായിട്ട് അങ്ങ് കുറച്ച് ലൂസായിട്ട് വാട്ടിയെടുക്കരുത്. കാര്യം അപ്പം അങ്ങനെ വാട്ടിക്കഴിഞ്ഞാൽ എണ്ണ കുടിക്കും കേട്ടോ നെയ്പത്തിരിയിൽ. ഇപ്പോൾ ഈ ഒരു ടെക്സ്ചർ മതി. ഇപ്പോൾ കുറേ ഇട്ടിട്ട് വാട്ടി സിമ്മിലൊന്നും ഇട്ട് വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒന്ന് ഇളക്ക് ഇതുപോലെ ഒന്ന് ടൈറ്റായി കിട്ടുന്ന സമയത്ത് ഒരുപാട് ഹാർഡാക്കിയിട്ട് കുഴച്ചെടുക്കരുത്. ആക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കട്ടോ, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ, ചൂടോടെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളെ കുക്കറിൽ വിസിലെല്ലാം വന്ന് 2 വിസിലൊന്ന് ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ പത്തിരിയൊക്കെ ഞാനൊന്ന് കുഴച്ച് പ്രസ്സിലാകട്ടെ ഞാൻ പരത്തിയെടുത്ത്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം. ഇനിയിപ്പോൾ പ്രസ്സിൽ ഓരോന്നായിട്ട് ഞാൻ അമർത്തി ഈ ഒരു കനത്തിലിട്ടാ, ഇത്രയും മതി. ഇത് ഒരുപാട് കട്ടിയായി പോകരുത് കേട്ടോ. നമ്മൾ അരച്ച പത്തിരിയൊക്കെ നെയ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കനായി പോകരുത്, കനത്തിലാക്കരുത്. ഈ ഒരു തിക്നെസ് മതി കേട്ടോ ഇതിന്. അപ്പോൾ അത്രയും മതി, ഒരുപാട് കട്ടിയാക്കി എടുക്കണ്ട. ഇനിയിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരണം കേട്ടോ. ആ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇതാ ഞാൻ കറീൻ്റെ ഒരു ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കറി ഉണ്ടാകുക. നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല, കാരണം ചിക്കനിൽ വെള്ളം ഉണ്ടാകും, അടിക്ക് പിടിക്കൊന്നുമില്ല, വരട്ടിയ പോലെ അങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ. ചെറിയൊരു തിക്ക് ഗ്രേവിയിൽ. അപ്പോൾ ചെറിയൊരു ലൂസിൽ നിങ്ങൾക്ക് നെയ്പത്തിരിക്ക് കുറച്ചൊരു കറിയൊക്കെ വേണമല്ലോ, അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ അപ്പോൾ നല്ല എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കറി ഓക്കെയാണ്. ഇനി നമുക്ക് നെയ്പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ചൂടോടെ തന്നെ കഴിക്കണം ഈ നെയ്പത്തിരിൻ്റെ പ്രത്യേകത അതാണ് കേട്ടോ. നമ്മൾ ഇരിക്കുമ്പോൾ ചുട്ടെടുത്താൽ മതി കേട്ടോ, അതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഇത് ചുട്ട് കഴിയുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. നമ്മൾ ഇട്ട് കൊടുത്ത് ഞാനിപ്പോൾ സ്പീഡിലൊന്നും കാണിക്കുന്നതല്ല കേട്ടോ, ഒറിജിനൽ അതുപോലെ തന്നെ അങ്ങ് കാണിക്കുകയാണ്. ഇട്ട് കൊടുത്ത് ഇത്ര സമയം കൊണ്ട് തന്നെ നന്നായിട്ട് പൊള്ളി വരും കേട്ടോ, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഈ ഒരു സമയം ഇത്രയും ഒരുപാട് സമയമൊന്നും ഇട്ടിട്ട് വേവിക്കണ്ട കേട്ടോ. ഇത് കളർ ചേഞ്ച് ആയി പോകരുത് കേട്ടോ. ഒരു ഗോൾഡൻ കളറിലേക്കും നമ്മൾ കളർ ചേഞ്ച് ആക്കി എടുക്കുമല്ലോ നെയ്പത്തിരിയൊക്കെ, അങ്ങനെ ആക്കി എടുക്കരുത് കേട്ടോ. ഇത് നമ്മളൊരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ വെള്ള കളറിൽ തന്നെയാട്ടോ അത് ഉണ്ടാവുക. തിരിച്ചിട്ടു അതുപോലെ തന്നെ എടുക്കുകയും ചെയ്യാം കേട്ടോ, അത്രയേ ഉള്ളൂ. എണ്ണയൊന്നും കുടിക്കൂല, നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ്. കറീൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും, അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. ഇത് കണ്ടോ ഞങ്ങളെ വയനാട്ടുകാരുടെ സ്വന്തം റെസിപ്പി എന്നൊക്കെ പറയാം കേട്ടോ ഇത്. അപ്പോൾ ഈ പൊടി നിങ്ങൾക്കിനി സംശയമുണ്ട്. അപ്പോൾ ഞാൻ പത്തിരി ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ചുടുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇനി പൊടി, പത്തിരിപ്പൊടി, ഇത് പച്ചരി നമ്മൾ റോ റൈസ് ഇല്ലേ അതിൻ്റെ പൊടിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. പത്തിരിപ്പൊടി എന്നൊക്കെ ചോദിച്ചാൽ വാങ്ങാൻ കിട്ടുന്നതാണ്. നമ്മൾ ഇതുണ്ടാക്കുന്നത് നമ്മളെ പച്ചരി ഉണ്ടല്ലോ, പച്ചരി കഴുകി ഊറ്റിയിട്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കും. വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ച് വാങ്ങട്ടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചരി രാത്രി തലേദിവസം കഴുകി കുതിർത്ത് വെക്കുക. കുതിർത്ത് വെച്ചിട്ട് നിങ്ങൾ രാവിലെ അതെടുത്തിട്ട് ഒന്ന് ഊറ്റിയെടുക്കുക കേട്ടോ, ഒരു ഡ്രെയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് സമയം അങ്ങ് വെച്ചതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം വെയിലത്തൊന്നും ഇടണം കേട്ടോ. അങ്ങനെ ചെയ്തതിന് ശേഷം വെള്ളം വാർന്നതിന് ശേഷം നമ്മളൊരു എന്തെങ്കിലും ഒരു ബക്കറ്റിലോ എന്തെങ്കിലും ആക്കിയിട്ട് മില്ലിൽ അവരോട് പൊടിച്ച് തരാൻ പറയാം. നൈസ് പത്തിരിൻ്റെ കണക്കിന് പൊടിച്ച് തരാൻ പറയാം കേട്ടോ. നമ്മൾ നൈസ് പത്തിരിക്കും ഈ പത്തിരിക്കൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത അരി ആയതുകൊണ്ട് അവരോട് വറുത്ത് തരാൻ വേണ്ടി പറയണം. നൈസ് പത്തിരിൻ്റെ അളവിൽ വറുത്തും കൂടെ തരാൻ വേണ്ടി പറയാം കേട്ടോ. അപ്പോൾ പൊടിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, പത്തിരിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് ആകും. ഇതിൽ രണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഞാൻ രണ്ടാമത്താണ് കേട്ടോ നമ്മൾ വറുത്ത് വാങ്ങുക ചെയ്യുക.
അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ആ ഒരു പൊടിയും കൊണ്ട് പത്തിരി ഉണ്ടാക്കിയാലും എന്തിനും നൂലപ്പത്തിനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആ ഒരു പൊടി. ഇൻഷാല്ലാ നമുക്ക് വെയിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ ആ രീതിയിൽ ചെയ്ത് കാണിക്കാം കേട്ടോ. നൈസ്പത്തിൻ്റെ പൊടിയൊക്കെ അറിയാത്തവർ ഒരുപാട് പേരുണ്ട്, എനിക്ക് കമൻറ്റ് വരലുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ, ഒരു ഡൗട്ടും ഇല്ല, കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ നല്ല അടിപൊളി ചിക്കൻ വരട്ടും അതുപോലെ തന്നെ നല്ല നല്ല ചൂട് നെയ്പത്തിരി കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ നല്ല സെറ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ മുളകിട്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറൊരു ലെവലിലേക്ക് പോകും. ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നെയ്പ്പത്തിരി ആകുമ്പോൾ നമ്മളങ്ങനെ വൈകിപ്പിക്കില്ല, ചുട്ട് വെച്ച്. പിന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ച് തന്നെ ആക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നെയ്പ്പത്തിരി അല്ല, ഇനിയിപ്പോൾ തണുത്തൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോ. നിങ്ങൾക്കിനി പൊടി ഞാൻ ഈ പറഞ്ഞതൊക്കെ റിസ്ക് ആണെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾക്ക് പത്തിരിപ്പൊടി കടയിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. സൂപ്പർ മാർക്കറ്റുകളൊക്കെ കിട്ടുന്നതാണ്, ഇപ്പോൾ അവൈലബിൾ ആണ് എല്ലായിടത്തും. അപ്പോൾ അങ്ങനെ വാങ്ങിയാൽ മതി. അതാണെങ്കിലും നിങ്ങൾ ഇത് സെയിം ഞാൻ ചെയ്ത അതുപോലെ തന്നെ സെയിം വാട്ടി കുഴച്ച് എടുത്തിട്ട് ചുട്ടാൽ മതി കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നെയ്പ്പത്തിരി നല്ല എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം ഞാനിതാ ഇപ്പോൾ ലഞ്ചും കൂടെ ഒന്നാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഹെവിയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, നെയ്പ്പത്തിരിയും ചിക്കൻ മുളകിട്ടതും എല്ലാം കൂട്ടിയിട്ട് നല്ല ലാവിഷായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ കഴിക്കും. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, നല്ല എളുപ്പത്തിൽ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് വഴുതനയുണ്ട് കേട്ടോ. ഉപ്പേരിക്ക് നോക്കിയപ്പം ഫ്രിഡ്ജിൽ വല്ലാണ്ട് സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ കുറച്ച് വഴുതന ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് പറിച്ചെടുത്തിട്ട് അത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എളുപ്പത്തിൽ പരിപാടി കഴിയില്ല, ഇന്ന് കുറച്ച് ബാക്കിയുള്ള പണികളൊക്കെ കുറച്ച് അധികം ഉണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഒന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പണികൾക്ക് പോകാമല്ലോ, കിച്ചണിലെ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളെ വീഡിയോയിൽ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കാണലുണ്ട് കേട്ടോ. നല്ല നല്ല കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വായിക്കലുണ്ട്. ഒരുപാട് താങ്ക് യു എല്ലാവരോടും, താങ്ക് യു സോ മച്ച്. അത്രയും നല്ല കമൻറ്റുകളാണ് കേട്ടോ നിങ്ങൾ എനിക്ക് തരുന്നത്. അതുപോലെ തന്നെ ഞാനൊരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ അടുത്തല്ല കുറച്ച്. അപ്പോൾ അവിടെ ഒരു ഉമ്മാനെ കണ്ടു. അപ്പോൾ ഉമ്മ എൻ്റെ ചാനൽ അറിയാട്ടോ, കാണുന്ന ആളാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോളെ ഇങ്ങനെ കാണലുണ്ട്, ഇങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമാണ്, ഭയങ്കര ടെൻഷനാണ്. ഒരു ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ശേഷം ഭയങ്കര ടെൻഷനാണ്, എന്തോ ഭയങ്കര സങ്കടമാണ്, എപ്പോഴും അങ്ങനെയാണ്, എത്ര അങ്ങോട്ട് ഇറങ്ങാൻ ശ്രമിച്ചു നമുക്കങ്ങ് പറ്റുന്നില്ല, ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്, വിഷമമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കും കുറേ കമൻറ്റ് വരലുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ ഉമ്മാനോട് ഒരു 5 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചു കേട്ടോ. എനിക്കറിയുന്നതെന്നല്ല, എനിക്ക് തോന്നിയ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു കൊടുത്തു, അവരും എന്നോട് സംസാരിച്ചു. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ. അപ്പോൾ എനിക്കും കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വീഡിയോയിലൂടെ പറയുന്നത് ആ ഉമ്മയും കേൾക്കുന്നുണ്ടാവും, എനിക്ക് കമൻറ്റ് ഇട്ട് എല്ലാവരും കേൾക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ പറയാമെന്ന് വിചാരിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അവരെ കാര്യമാണെങ്കിൽ ഹസ്ബൻഡ് മരിച്ചു, ഇനി അതല്ല വേറെ നിങ്ങളതായിട്ടുള്ള ഞാൻ എന്ത് മോട്ടിവേഷനായിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്, നിങ്ങളെ സാഹചര്യം കൂടെ നോക്കുക കേട്ടോ, നിങ്ങളെ അവസ്ഥ എന്താണ് അത് മൈൻഡിൽ വെക്കുക കേട്ടോ. അപ്പോൾ അത് ഇതൊന്നും ഇല്ലാത്തവരും ഉണ്ടാവും, ഉള്ളവരും ഉണ്ടാവും. അപ്പോൾ ഉള്ളവർക്ക് വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. എന്ത് ടെൻഷനാണെങ്കിലും നിങ്ങളിപ്പോൾ അവരെ ഹസ്ബൻഡ് മരിച്ചു എന്ന് പറഞ്ഞു, അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാവുമ്പോൾ വീട്ടിൽ ഒതുങ്ങിക്കൂടി, അതുപോലെ തന്നെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടി പുറത്തൊന്നും പോവാതെ വിഷമിച്ച് ഇരിക്കാനും അതങ്ങനെയൊന്നും എവിടെയും ആരും നമ്മളോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ലൈഫ് നല്ല എൻജോയ് ചെയ്യാനാണ് പറഞ്ഞത്, നമ്മളോട് തെറ്റൊന്നും ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ ലൈഫ് എൻജോയ് ചെയ്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹസ്ബൻഡ് മരിച്ചു, അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മളെ റെസിപ്പിയിലേക്ക് വരാം. അത് നമുക്ക് പറയാം കേട്ടോ, നമുക്കിതല്ലേ മെയിൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സിമ്പിളായിട്ടുള്ള ലഞ്ചാണെന്ന്. അപ്പോൾ അതിലേക്കൊരു കറി, ഞാനൊരു മൂര് വെച്ചിട്ടുള്ള കറിയാട്ടോ ഉണ്ടാക്കുന്നത്. അത്രയും സിമ്പിളായിട്ടുള്ളൊരു കറിയാണേ. അപ്പോൾ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, തൈര് കേട്ടോ. തൈരെടുത്തു, നന്നായിട്ട് കട്ടാക്കി കുടച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കേട്ടോ. ഇത് പുളിയുള്ള തൈരാണേ. ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കട്ട തൈരുണ്ടല്ലോ, പുളിയില്ലാത്ത തൈരും കുറച്ച് പുളിയുള്ള തൈരും എടുത്താൽ നല്ലതാണ് കേട്ടോ. ഒട്ടും പുളിയില്ലാത്ത തൈരാണ് നിങ്ങൾ പഞ്ചസാര ചേർക്കണ്ട. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയാണ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉപ്പേരി വെക്കാനും അതുപോലെ തന്നെ കറിയിലേക്കുള്ള ഒരു വറവുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ചട്ടികളെല്ലാം അടുപ്പത്ത് വെച്ചു. രണ്ടിലും ഞാൻ കടുകിട്ട് പൊട്ടിക്കുകയാണേ.
അപ്പോൾ ആ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വഴുതന ഉപ്പേരി വെക്കാനുണ്ട് കേട്ടോ. കറിവേപ്പിലയും കൂടെ ഇട്ടു. അതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വഴുതനയിൽ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് വഴുതനയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചില സമയത്ത് തേങ്ങ ചേർത്ത് കൊടുക്കലുണ്ട്, ചില സമയത്ത് സവാള ചേർത്ത് കൊടുക്കലുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഒന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മോര് കാച്ചുന്നതിലേക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടു, കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പച്ചമുളക് ഉണ്ടല്ലോ, അതൊരു 5-6 പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് എരിവൊന്നും വരില്ല കേട്ടോ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ജസ്റ്റ് നടുക ഒന്ന് ചെറുതായിട്ട് കീറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 കഷ്ണമാക്കണ്ട, ഒന്ന് പകുതി വരെ ഒന്ന് കീറി കൊടുക്കുക. എന്നിട്ട് അത് 1 മിനിറ്റ് ഒന്ന് അട വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി വഴുതനയിൽ ഇട്ട് കൊടുത്തപ്പോൾ ഇപ്പുറത്തും കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് കായം, അപ്പോൾ ഞാൻ LG കായാണ്, കായ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണേ. എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ. കായത്തിൻ്റെ കഷ്ണമാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്ത് ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. 1 മിനിറ്റ് അത്രയും വേണ്ടു, നമ്മൾ കറി റെഡി ആയി കിട്ടും. ഇനി ആ വറവ് നേരിട്ട് നമ്മൾ തൈരിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. തൈര് അതിലേക്ക് വെച്ചിട്ട് തിളപ്പിക്കരുത്, ഓഫാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളമൊക്കെ തൈരൊക്കെ എത്ര വേണോ അതിനനുസരിച്ച് ലൂസാക്കിയൊക്കെ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു ചിക്കൻ ഒരു മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചോറിന് ഇത് മാത്രം മതി കഴിക്കാനായിട്ട്. അതവിടെ അടച്ച് വെക്കുക. നമ്മൾ ചോറുണ്ടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരും. ആ പച്ചമുളകിൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങും. എന്നാൽ എരിവൊന്നും ഇറങ്ങില്ല കേട്ടോ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഒരുപാട് പുളിയുള്ളത് എടുക്കരുത് തൈര് എടുക്കുന്ന സമയത്ത് കേട്ടോ. പാകത്തിന് പുളിയാക്കി എടുക്കുക. പുളിയുള്ളതും പുളിയില്ലാത്തതും കൂടെ മിക്സ് ആക്കി എടുത്തോ, അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒട്ടും പുളി ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വഴുതനപ്പേരി അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഞാൻ കുറച്ച് മീനുണ്ടായിരുന്നു കേട്ടോ. ഇത് കേദർ മീനാണേ, അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നു. അപ്പോൾ അത് മീൻ കട്ട് ചെയ്യേണ്ട പണിയൊന്നും വന്നിട്ടില്ല. അങ്ങനെ അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ മീൻ കോമൺ മസാലയാണ് കേട്ടോ. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ എപ്പോഴും ചെയ്യുന്ന മസാല എന്ന് പറയുന്നത് മീനിലേക്ക്. വേറൊന്നും എനിക്ക് അങ്ങനെ ഇങ്ങനെ നാടിയാൻ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ കാണിക്കാം വ്യത്യസ്തമായിട്ടുള്ള മസാലകൾ, പക്ഷേ ഇതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം, ഈ മസാലയാണ്. കുറച്ച് ലെമൺ ജ്യൂസും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതെല്ലാം മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം അവിടെ വെച്ചു. അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇരുമ്പ് ചട്ടിയിലാട്ടോ ഫ്രൈ ആക്കി പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അടിയിൽ പിടിക്കുകയൊന്നുമില്ല, അതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. പെട്ടെന്ന് തന്നെ കുക്കാവുകയും ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിലൊന്ന് ഫ്രൈ ആക്കി നമ്മൾ പൊരിച്ച് എടുക്കുന്ന സമയത്ത് കേട്ടോ, നല്ലതാണ്. അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ. ഇരുമ്പിൻ്റെ കസ്റ്റേണിൻ്റെ പാന്, നമ്മൾ ചീനച്ചട്ടിയൊക്കെയല്ലേ സാധാ ഇരുമ്പിൻ്റെ, അതിൻ്റെ ആ ഒരു ഉപയോഗം തന്നെയാണ് കേട്ടോ നമുക്കുള്ളത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പ് പണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ റഫീക്ക് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. വാവവിടെ ഉണ്ട് കേട്ടോ, എല്ലാവരും ചോദിക്കലുണ്ട് വാവവിടെ ഉണ്ട്, അകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അലക്കാനുള്ളതൊക്കെ ഒന്ന് അലക്കാനിടട്ടെ. അപ്പോൾ നമ്മൾ പാത്രം കഴുകലും അടിച്ചു വാരലും ക്ലീനിങ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അതും റെഡിയായി വരുമല്ലോ. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ വേഗം അലക്കാനിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കല്ലിലും അലക്കാനുണ്ട്, മെഷീനിലും അലക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ റെഡിയായി വരട്ടെ. അപ്പോൾ ഞാൻ വേഗം ടേബിളൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ച ടേബിളൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ അതൊന്ന് അവിടെ ഒരുങ്ങിക്കോട്ടെ. അതിങ്ങനെ കിടക്കുന്ന സമയത്ത് ഭയങ്കര ഒരു വൃത്തികേടാട്ടോ, എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ടേബിൾ വേഗം തന്നെ തുടച്ച് ക്ലീൻ ആക്കോട്ടെ. എന്നിട്ടാണ് പാത്രം കഴുകാനും കാര്യങ്ങൾക്കും എല്ലാം നിൽക്കുക. അപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പില നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ചിക്കനിലേക്കുള്ള, അതൊന്ന് എടുത്ത് ബോക്സിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ ചിലപ്പം പുറത്ത് തന്നെ കറിവേപ്പില വെക്കട്ടെ, ചിലപ്പം ആ സമയത്തിന് പോയിട്ട് പറിക്കലുണ്ട്. നമുക്ക് കറിവേപ്പില മരം ഉണ്ടല്ലോ, അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ നാൾ നിൽക്കാൻ ഞാനിപ്പോൾ ബോക്സിൽ വെച്ചില്ലേ, അപ്പോൾ അടിയിൽ 2 ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മുകളിലും 1-2 ടിഷ്യൂ പേപ്പറും വെച്ചാൽ കുറേ നാൾ കറിവേപ്പില കേട് കൂടാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്യാത്തത് നമുക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ആവശ്യത്തിന് പറിച്ചിട്ട് ഇങ്ങനെ വരികയാണ് ചെയ്യുക. അപ്പോൾ കുറച്ച് ദിവസം വെക്കുമ്പോഴൊന്നും വെറുതെ വെച്ചാൽ തന്നെ ഒന്നും സംഭവിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. ഇനിയിപ്പോൾ നമ്മൾ ഫുഡെല്ലാം ആക്കിയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കിച്ചണൊന്ന് ക്ലീനാക്കി കിച്ചണത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അകത്തേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, നമ്മൾ ഹസ്ബൻഡെല്ലാം മരിച്ചു പോയി എന്ന് വിചാരിച്ചാൽ അതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. പക്ഷേ നമ്മൾ ഇനിയും നമുക്ക് മുന്നോട്ട് ജീവിക്കണം. നമ്മൾ മക്കളുണ്ടാവും, ഈ മക്കളില്ലെങ്കിലും നമുക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയും കാര്യം എല്ലാം എല്ലാവരും ഏത് മതസ്ഥർക്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം, ഒരു പരിധിയിൽ ഒരു ഭാഗത്ത് അതെല്ലാം വേണം. പക്ഷേ നമ്മൾ കുറച്ച് നമ്മളെ ലൈഫ് സന്തോഷമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എൻഗേജ്ഡ് ആയിട്ടും അങ്ങനെയൊക്കെ ഇരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ വേറെ
കുട്ടികളൊന്നുമില്ല, കുട്ടികളെല്ലാം കെട്ടിച്ച് അവർക്ക് അവരുടെ വീട്ടിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രീ ആയി നിൽക്കുന്ന ആളാണെങ്കിലും അവരുടെ വീട്ടിൽ നിങ്ങൾ നിങ്ങളതായിട്ടുള്ള എന്തെങ്കിലും ചെയ്യട്ടെ, വീട്ടിലെ പണികൾ ചെയ്യുക, അല്ലെങ്കിൽ മക്കളെ കൂടെ അങ്ങനെ സ്പെൻഡ് ചെയ്യുക. ഇനി വീട്ടിലെന്തെങ്കിലും ഗാർഡൻ അങ്ങനത്തെ കാര്യങ്ങൾ, കാര്യങ്ങൾ അതൊക്കെ ചെയ്യുക. അതൊക്കെ നമുക്ക് മൈൻഡിന് ഭയങ്കര എന്താ പറയുക റിലാക്സേഷനാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി ആകുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുക, ചെടികളൊക്കെ സെറ്റാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചക്കറി അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് താല്പര്യം എന്ന് വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക, തയ്യൽ ചെയ്യുക. നമുക്ക് എന്താണോ ഇഷ്ടം, അങ്ങനെ ഓരോരുത്തരും വ്യത്യസ്തരായിരിക്കുമല്ലോ. അപ്പം നമുക്ക് എന്താണോ ഇഷ്ടം, ഇനി നമ്മളെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ നമ്മളെ ഫാമിലീൻ്റെ കുടുംബങ്ങളുടെ വീട്ടിൽ, മക്കളെ വീട്ടിൽ പോകണമെങ്കിൽ അങ്ങനെ പോവുക. ഇനിയിപ്പോൾ അങ്ങനത്തെ നമുക്കിഷ്ടമുള്ള സ്ഥലത്തൊക്കെ എല്ലാം പോവുക കേട്ടോ. നമുക്കിഷ്ടമുള്ള നമുക്ക് എന്താണോ ഇഷ്ടം ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കും. നമുക്ക് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ അത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഓരോ സാഹചര്യങ്ങളും ഉണ്ടാകും. നമ്മളെ വീട്ടിലെ പ്രശ്നങ്ങളുണ്ടാവും. എല്ലാവരും ഹസ്ബൻഡും ഒരുപോലെയല്ല, ഓരോ കാര്യങ്ങളുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ, മക്കളതായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരുപാട് പേരെ എനിക്കറിയാം കേട്ടോ. അങ്ങനത്തെ എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ അതിനൊക്കെ നമ്മൾ തരണം ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിനെ കൈവിടാത്ത രീതിയിൽ നല്ല ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ നീങ്ങാം. അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ എൻ്റെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കൗണ്ടർ ടോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാര്യങ്ങളെല്ലാം സെറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ അകത്തേക്ക് വരിക കേട്ടോ. അപ്പോൾ പിന്നെ കിച്ചൺ ക്ലീൻ ആയാൽ തന്നെ എനിക്ക് പണി മുക്കാൽ ഭാഗം കഴിഞ്ഞൊരു ഫീലാണ് കേട്ടോ. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ പടപടേന്ന് നടക്കും കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഒതുക്കി പെറുക്കി വെക്കലുണ്ട് അകൊക്കെ. അങ്ങനെ രാവിലെ അത് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ബെഡെല്ലാം വിരിച്ചിട്ട് ലിവിങ്ങും അങ്ങനത്തെ ഹാളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കിച്ചണും ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം മൊത്തം ഒന്ന് അടിച്ചു വാരി ഇനിയിപ്പോൾ തുടക്കലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കല്ലിലും അലക്കാനുണ്ട്, കുറച്ച് റഫീഖാൻ്റെതും എൻ്റെതൊക്കെ കല്ലിൽ അലക്കാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ യാത്ര പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ആ ഡ്രസ്സും അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ കല്ലിലും അലക്കലുണ്ട്, മെഷീനിലും അലക്കലുണ്ട്. അപ്പം എപ്പോഴും മെഷീനിൽ ആറിയിടുന്നൊക്കെയാണ് കാണിക്കുന്ന കാര്യം. എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അറിയാമല്ലോ, കുറേ സമയം നമ്മളിത് പോവും. അപ്പം കല്ലിൽ അലക്കുന്നൊക്കെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത് കേട്ടോ. നമുക്ക് വേറെയും കാര്യങ്ങളുണ്ടാവുമല്ലോ, നമ്മൾ വീഡിയോ നടക്കണം, നമ്മളായിട്ടുള്ള കാര്യങ്ങളും നടക്കണം, എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഉള്ളീൻ്റെ ഒരു ബാസ്ക്കറ്റാണ് ഇട്ടത്. ഞാൻ ഉള്ളി, വെളുത്തുള്ളി, കിഴങ്ങ് ഒക്കെ ഇട്ട് വെക്കുന്ന ഇതിലാണ്. അപ്പോൾ അതൊന്ന് കുറേ ദിവസമാകുമ്പോൾ അതിൽ തൊലികളും കാര്യങ്ങളൊക്കെ നിന്നിട്ട് ഒന്ന് നന്നായിട്ട് വൃത്തികേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി അതൊക്കെ ഒന്ന് കഴുകി ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. വലിയ വെയിലൊന്നുമില്ല, എന്നാലും ഉണങ്ങി കിട്ടും കേട്ടോ. അങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ മെഷീനിലുള്ള തുണികളും റെഡിയായി കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആറിയിട്ടിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എനിക്കൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കമൻറ്റും റിപ്ലൈ കൊടുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ പണികളെല്ലാം അധികം കഴിയുക 11:30 ആ ടൈമിലാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അതുകൊണ്ടാണ് എനിക്ക് കുറേ ഫ്രീ ടൈം കിട്ടുന്നത് കേട്ടോ. നമ്മൾ പെട്ടെന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം, നമ്മളതായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒരുപാട് സമയം കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കിക്കോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഞാനും വാവയും ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഗിവ് എവേൻ്റെ നമ്മുടെ ബമ്പർ ഗിഫ്റ്റിൻ്റെ ആളുകൾ ഇതുവരെ നമുക്ക് നമ്പറോ അല്ലെങ്കിൽ അഡ്രസ്സൊന്നും അയച്ചു തന്നിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഫസ്റ്റ് വിന്നർ ലിജി ആനന്ദ്, അവർ വരാനൊക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് പിന്നെ ചില കാരണം കൊണ്ട് വരാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാനാട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത ആളിലേക്ക് പോവുകയാണ്. പിന്നെ ഷർഫിദ KS സെക്കൻഡ് വിന്നറാണ്, അവരും തന്നിട്ടില്ല. അടുത്തത് ഞാൻ മൂന്നാമത്തെ ആൾ മുഹമ്മദ് കിറാഷ്, അവരും തന്നിട്ടില്ല കേട്ടോ, ഇതുവരെ തന്നിട്ടില്ല. ഇനി അവരെ ചാൻസും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ആളാണ്, അടുത്ത 2 പേരെ ഞാൻ പറയാം. കബീർ KK, നീതു ജോബി. അപ്പോൾ ഇവരാണ് കേട്ടോ. ഇവർ അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ അഡ്രസ്സോ അതുപോലെ തന്നെ നമ്പറോ എനിക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ.
അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റൊക്കെ എഴുതി അറിയിക്കുക കേട്ടോ. എന്തായാലും കമൻറ്റ് ഇടാൻ മറന്നുമായിരുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.